എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് റൊമാൻറ്റിക് തന്നെയാണ്. അവർ തമ്മിൽ റൊമാൻസ് ഉണ്ട്, ഇവർ തമ്മിൽ റൊമാൻസ് ഉണ്ട്. കൊമ്പുകൊണ്ട് ഒരൊറ്റടി ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ തട്ടിയിട്ട് ഞാൻ തെറിച്ച് ആന താഴത്ത് തുമ്പിക്കൈ കൊണ്ട് നോക്കുക അവിടെ ഉണ്ടോ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഓടി തെറിച്ച് ഓടിപ്പോയി. പിന്നെ ഒരു കൂച്ചവലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു കുറച്ച് 5-8 മീറ്റർ നീളത്തിലല്ല. അത് കഴിയുന്നവരെന്റെ പിന്നാലെ. ഏറ്റവും കൂടുതൽ ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച ഏറ്റവും കൂടുതൽ പ്രായം വരെ ഇദ്ദേഹം 6 വയസ്സ് വരെ കുടിച്ച എന്നോടാണോ ഇത് പറയണേ? 6 വയസ്സോ? തെറ്റാ? 5-6 വയസ്സ് വരെ ഒക്കെ ഓടി കളിച്ചൊക്കെ വന്നിട്ട് സ്റ്റാൻഡിങ്ങിൽ നിന്നിട്ടൊന്ന് മനസ്സ് കണ്ടതാ. ഏത് സിറ്റുവേഷനിലും എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധനം ഉണ്ട് കയ്യിൽ. അത് ഈ അച്ഛൻ്റെ കിട്ടിയതാണോ? അങ്ങനെയാണ്. മൂത്ത മോനുണ്ടല്ലോ, പുള്ളി കിട്ടിയിട്ടില്ലല്ലോ. പുള്ളി ഗൗരവത്തോടു കൂടിയിട്ടുള്ള സംസാരങ്ങളേ ഉള്ളൂ. എനിക്ക് വരുന്ന വഴി കടി കിട്ടിയേനെ സത്യം പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവരെന്തോ പരിപാടി നടക്കുന്ന ഇവർ ചെണ്ടോട്ടിക്കൊണ്ട് ഞാൻ ചേട്ടോ ഇന്റർവ്യൂനാ അല്ലടാ ചെണ്ടോട്ടാ വന്ന അവൻ ആ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലടാ ഉണ്ട്. ഇപ്പൊ നിന്നെ പരിചയമുണ്ട് അല്ലേ? എനിക്ക് എന്തെങ്കിലും വേണം പറയാം. അതെ, വേറെ സാളാണെങ്കിൽ അതെ അതെ പറയാൻ പറ്റില്ല. ചിലവർക്ക് നമ്മൾ തോന്നും കളിക്കില്ല, പക്ഷെ നന്നായി കളിക്കും. കണ്ടാ എന്താ തോന്നുന്നു? നന്നായി കളിക്കായിരിക്കും അല്ലേ? നീ കളിക്കോടാ കളിച്ച്. ഇല്ല സമയമില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. സിനിമയുടെ പേര് വള. അപ്പോൾ ഈ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ രവീണ രവി, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ സലീംക, ലുക്മാൻ, ശീതൾ. എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ കോംബോ ആയിട്ട് വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ധ്യാൻ ബ്രോ, എന്താണ് വള? അതെ, അതെൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സ്റ്റോറി ഓഫ് എ ബാങ്കിൾ. അത് സംശയം, നിന്നെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ താഴെ തന്നെ വട്ടക്കാക്ഷരത്തിൽ സ്റ്റോറി ഓഫ് എ ബാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളയാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ. ഈ വള കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും നല്ലതുകൊണ്ട് ചിത്തയുണ്ട്. അതിൽ ഒരു സൈഡ് അവസാനം കഴിയുമ്പോഴേക്ക് ഇതിൽ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു നല്ലത് സംഭവിച്ച് അത് തീരുന്നിടത്താണ് സിനിമ തീരുന്നത്. പക്ഷേ തുടങ്ങുന്നത് ഈ വള കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ അതിലൂടെ കടന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ് നമ്മൾ. അപ്പോൾ ഒരു പക്കാ ഒരു കോമഡി ഒരു സാധനം തന്നെയാണ് നമ്മൾ. പക്കാ കോമഡി അല്ല ആക്ച്വലി, അല്ല, വളയാണ് കഥ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഹ്യൂമറസ് അല്ലെങ്കിൽ കോമിക് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും വളരെ കുറവാണ്. പക്ഷേ എല്ലാ ഇമോഷൻസും ഉണ്ട്. ഒരു വളയുടെ കൂടെയുള്ള ഒരു യാത്രയാണ് അല്ലേ? ഓക്കെ, അബുക്ക, എന്താണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ? ലുക്മാൻ എന്താണ് എൻ്റെ ക്യാരക്ടർ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ. അബുക്ക തന്നെയാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു ത്രെട്ട് ഉണ്ടായിട്ട് കോടതിയിലൊരു കേസിന് വിറ്റ്നസ് പറയുന്ന ഒരു ത്രെട്ട് ഉണ്ടായിട്ട് കോടതി എനിക്കൊരു സെക്യൂരിറ്റി നിയോഗിക്കുകയാണ്. ആ പോലീസുകാരനാണ് ഇദ്ദേഹം. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനാണ് കൂടുതലായിട്ട് എനിക്ക് സിനിമയിലുള്ളത്. അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നമുക്കതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ത്രോട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ കുറേ മുമ്പ് ഇപ്പോൾ അബുക്കയുടെ ക്യാരക്ടറൊക്കെ കാണുമ്പോൾ, നമ്മൾ ചെറുപ്പത്തിലേക്ക് കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നിയിരുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇപ്പോൾ അബുക്കനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഓക്കെ, എന്തെങ്കിലും തട്ട് സാധനം ഇതിപ്പോൾ വരും. കാരണം ഭയങ്കരമായിട്ട് മാറി. നമ്മളൊരു ടൈമിൽ ജനാർദ്ദൻ സാറും കൊച്ചിൻ സാറൊക്കെ മാറിയ പോലെ ഇപ്പോൾ ഭയങ്കര ഒരു കോമഡി ട്രാക്കിലേക്കും പുതിയ ജനറേഷനൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തേക്കുന്ന ഒരാളാണ്. ശരിക്കും വില്ലന്റെ കൂടെ ആയിരുന്നു, നായകന്റെ കൂടെ. ഓക്കെ, ഈ ഒരു ചേഞ്ചിൽ എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യുന്നത്? അല്ല, അത് പറഞ്ഞില്ലേ, ഇത് എല്ലാ തരത്തിലുള്ള റോളുകളും നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു കാര്യം. നമുക്ക് കിട്ടലാണ് ആവശ്യം. അത് തരാനുള്ള ഒരു മനസ്ഥിതി
അതിന് ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും ഇന്ന ആൾ ചെയ്യട്ടെ, അത് ചെയ്യിക്കാനുള്ളൊരു അവസരം നമ്മളെ കൊണ്ട് അവസരം നമുക്ക് തരികയാണെങ്കിൽ ചെയ്ത് കാണിക്കുക, ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മാക്സിമം അത് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വ്യത്യസ്തമായി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാം ഓരോ സിനിമകളിലും ഓരോ മുൻപൊക്കെ നമ്മൾ പറയുന്ന ഈ പടത്തിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു റോളാണ്, പക്ഷേ ഇത് ഒരു വ്യത്യസ്തമല്ല, ഒരേ ലെവലിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴതല്ല, ഇപ്പോൾ ഓരോ സിനിമയിലും വ്യത്യസ്ത വേഷങ്ങളും അതുപോലെ തന്നെ രൂപത്തിലും ഒക്കെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ആഗ്രഹിച്ചിരുന്നു, ഒരു പീക്ക് വില്ലൻ ടൈമിൽ ആഗ്രഹിച്ചിരുന്നു എനിക്ക് കുറച്ചൊരു കോമഡിയൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ ഹീറോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ വില്ലൻ ചെയ്യാൻ എത്രയോ ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവരിപ്പം നമ്മളിപ്പോൾ വലിയ സീനിയറായിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇപ്പം ബോളിവുഡിലാണെങ്കിലും ശരി ഇപ്പോൾ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നില്ലേ, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അഭിനയത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് ചെയ്യാന്നുള്ള. ഇപ്പോൾ ഇതിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് ലുക്മാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അത് ആക്ഷനും പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ അവൻ ചെയ്യാത്തൊരു സാധനമാണ്, പക്ഷേ അവൻ ചെയ്തു. അപ്പോൾ എല്ലാവരും ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇത് ചെയ്യുമ്പോഴാണ് ആക്ടർ ആവുക. അപ്പോൾ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ പറയുന്ന കോമഡിയിൽ ആൾക്കാർക്ക് ചിരിക്കാനുള്ളൊരു കണ്ടൻറ്റ് മാത്രമല്ല, നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിൽ കൂടെയാണ് അത് വരുന്നത്. അത് ഭയങ്കര ഉത്തരവാദിത്തമാണത്. അപ്പോൾ കോമഡി റോളുകൾ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് കൂടുതലായിട്ട് ഇപ്പം നമ്മളെപ്പോലെയുള്ള വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ പെട്ടെന്ന് കോമഡി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ചെയ്താലും അത് ചിരി വരും. നേരെ ഒരു കൊമേഡിയനായിട്ടുള്ള ഒരാൾ കോമഡിനെ ചെയ്യുമ്പം അതിലത്ര പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് അവർക്ക്. അപ്പോൾ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളും അത് നോക്കി ചെയ്യണം. അതുപോലെ വില്ലൻ ചെയ്യുന്നപ്പോൾ നമ്മൾ വില്ലൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഹീറോൻ്റെ കൂടെയാണ് നമ്മൾ. അപ്പം ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ്, ഇത് കൂടെ ഉണ്ട്, അപ്പോൾ ഒരു ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ക്യാരക്ടറുകളും സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇത്ര കാലം നമ്മൾ കണ്ട് വലിയ നമ്മുടെ മഹാനടന്മാരുടെ കൂടെ അഭിനയിച്ച് അവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അനുഭവത്തിൽ കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിൽ വളരെ നന്നായിട്ട് ചെയ്യിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട്. ഇതിൻ്റെ ഡയറക്ടർ മോശൻ അത് മുൻകൈയെടുത്ത് വളരെ നന്നായി ചെയ്യിച്ചിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകർ കണ്ടിട്ട് ഓക്കെ. അബൂക്ക കൂടെ ഉള്ളതുകൊണ്ട് ഇവൻ അടികൊണ്ട് ചാവൂല നമുക്കൊരു ഉറപ്പുണ്ട്. എന്ത് പ്രശ്നത്തിലാണ് അല്ല ഞാനൊരു കാണട്ടെ, ശരിക്കും റിയൽ ലൈഫിൽ റൊമാൻറ്റിക് അല്ലേ? റിയൽ ലൈഫല്ല, അതല്ല ഞാൻ പറയാം. സിനിമയിൽ പുള്ളി ചെയ്ത റോളുകൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഫസ്റ്റിൽ ചെയ്ത സുലൈഖ മനസ്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആക്ഷൻ ഒരു സീക്വൻസിലേക്കാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് മാറിക്കൊണ്ട് തീർത്തും ഇവർ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, ആക്ഷനും ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. ഭയങ്കര ഇമോഷണലാണ്, പക്ഷേ ചിലത് റൊമാൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ വളയുടെ ട്രാവൽ എന്ന് പറയുന്നത് തന്നെ കുറച്ച് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എല്ലാം കുറച്ച് ഇമോഷണലാണ്, കുറച്ച് അത് കുറച്ച് വലിയ ക്യാൻവാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉള്ളത്. ഓക്കെ. ശീതൽ, എന്താണ് ശീതലിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയൂ? നല്ല എക്സ്പീരിയൻസ് ആണ്. ശീതൽ നല്ലൊരു ഡാൻസർ അല്ലേ? ഡാൻസറാണ്. ഇവരാരെങ്കിലും ബ്രേക്ക് ടൈമിൽ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ നോക്കിയായിരുന്നോ? ഞാൻ ഈ ഇതിൽ ആകെ രവീന ചേച്ചിയും ലുക്കുമായിട്ട് മാത്രമാണ് കോമ്പിനേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡാൻസിന്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് സോങ് ഉണ്ടല്ലോ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. റൊമാൻസും ഇല്ല ഡാൻസും അറിയില്ല. നീ എങ്ങനെ നടന്നേ? അടിക്കും. ഇത്ര ദുഷ്ടനായിരുന്നു ലുക്ക്, ഇങ്ങനെ എല്ലാത്തിലും. അങ്ങനെ ഇവരൊക്കെ സപ്പോർട്ട്, നമ്മുടെ ചുറ്റുള്ളവരെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഡാൻസർ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഒരാളുടെ മൈൻഡ് വെച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ഡാൻസ് കളിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന. അങ്ങനത്തെ കഴിവൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, പറയാൻ പറ്റില്ല. ചിലവർക്ക് നമ്മൾ തോന്നും കളിക്കില്ല, പക്ഷെ നന്നായി കളിക്കും. കണ്ടാ എന്താ തോന്നുന്നു? ഞാൻ നന്നായി കളിക്കായിരിക്കും അല്ലേ? നീ കളിക്കോടാ, എന്നാ കളിച്ചേ. നീ എനിക്ക് കളിച്ചിട്ട് പോയാ മതി. അല്ല സമയമൊക്കെ ഇല്ലേ? അല്ല ഇന്ന് നമുക്ക് നമ്മൾ ഇന്റർവ്യൂ പറയുമ്പോൾ ലേറ്റായി പ്രതീക്ഷയുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇല്ലെങ്കിൽ എനിക്ക് 2-3 സ്റ്റെപ്പ് കാണിക്കണം എന്നുണ്ടായിരുന്നു. അയ്യോ ഇല്ല. അല്ല നമുക്കിപ്പോ അബൂക്കിനെ ഇപ്പൊ ധ്യാനേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഡാൻസ് കളിപ്പിക്കാം. ഡാൻസർ
ധ്യാൻ ചേട്ടൻ നന്നായി ഡാൻസ് കളിക്കല്ലോ. പിന്നെ നമ്മൾ തറവല്ലേ. അബുക്കും കളിക്കും, കുഴപ്പമില്ല. ഇതൊക്കെ നമ്മളിലുള്ള അബുക്ക ജിമ്മിൽ ഡാൻസ് കളിച്ചോണ്ടാ മറ്റേ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അതൊരു ഡാൻസ് തന്നെയാണ്. ഡാൻസ് തന്നെ അത് പക്ക കൊറിയോഗ്രാഫി അല്ലേ അല്ലേ? അതെ അതെ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്കറിയാം വർക്കൗട്ടിൻ്റെ ഒരു നല്ല വശവും ഒരു മോശവശവും നന്നായിട്ട് അറിയാം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കുഴഞ്ഞു വീഴുകയും വേറൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ കുഴഞ്ഞു വീഴുകയും മരണത്തിലേക്ക് വരെ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ജിമ്മ് മാത്രമല്ല, ഷട്ടിൽ കളിക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് ഫുട്ബോൾ കഴിഞ്ഞ് ഡാൻസ് കളിച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത ദിവസം ഓണാഘോഷത്തിനിടെ ഒരാൾ മരിച്ചത്. നമ്മുടെ നാട്ടുകാരനാണ്. ഇത് എന്താ കാര്യം എന്നറിയോ? അത് ചെയ്തത് കൊണ്ടല്ല സംഭവിക്കുന്നത്. കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ്. ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അയാൾ കുറച്ച് ദിവസം നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൂടുതൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഗ്രാജുവലായിട്ട് ആദ്യം നമ്മൾ തുടങ്ങുന്ന മാതിരി തന്നെ ഓരോ ദിവസം കൂടി വരണം. ഇത് ഒന്നിച്ചിട്ട് അവർക്കെല്ലാം ചെയ്ത് അവർ പിന്നെ റെഡിയാണ് എന്നുള്ളൊരു ധാരണയിൽ ഫുള്ളായിട്ട് ഫുൾ ഫോഴ്സിൽ അങ്ങോട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഹാർട്ടിന് അത് ബാധിക്കും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് ജിമ്മിൽ കളിച്ചതുകൊണ്ടോ ഫുട്ബോൾ കളിച്ചതുകൊണ്ടോ ഷട്ടിൽ കളിച്ചതുകൊണ്ടോ എല്ലാം മരിക്കുന്നത്. അതാണ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അത്രയും നാൾ അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഗ്യാപ്പില്ല, ഒരു ദിവസം വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് ഒരു ദിവസം അതിൻ്റെ തലേ ദിവസം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും. അത് വകവെക്കാതെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാറ്റ് കൂടിയിട്ടാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് അവൻ വന്നിട്ട് രാവിലെ ഇത് വർക്കൗട്ട് ചെയ്ത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് കൂടുതൽ ചെയ്യും. അപ്പോൾ എന്താ അത് ദോഷമാവും. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ അതായത് ഫിറ്റ്നസ് നമ്മൾ യോഗ്യമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ രാവിലെ ഹാർട്ട് ബീറ്റും നമ്മളെ പൾസ് റേറ്റും നമ്മൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അല്ലാതെ ഈ ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാലൊന്നും പിന്നെ ചെയ്യരുത്. അത് നല്ല ചോദ്യം നിങ്ങൾ ചോദിച്ചു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വർക്കൗട്ടിനൊക്കെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ദിവസം തുടങ്ങുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ, വലിയ ലോഡ് കൊടുക്കരുത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് വരുന്ന കാർഡിയാക് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നപ്പോഴും അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒന്നും തന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ മോക്ക് ഡ്രില്ല് നടത്തും. ഫയർ ആൻഡ് സേഫ്റ്റിക്കൊക്കെ മോക്ക് ഡ്രില്ല് നടത്തും. അതുപോലത്തെ ഒരു ബേസിക് സാധനം സ്കൂൾ ലെവലിലൊക്കെ എങ്ങനെ CPR കൊടുക്കണം, എങ്ങനെ പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്നത്. അടുത്ത് കാസർഗോഡ് ഒരു കുട്ടി ചെയ്തു കൊടുത്ത് വേറൊരു പയ്യനെ ചെയ്തു കൊടുത്തിട്ട് വന്നിരുന്നു. തൊണ്ടയിൽ ഫുഡ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എടുത്തിട്ട് ഇത് ചെയ്യണം. ഇതൊക്കെ ആക്ച്വലി സ്കൂൾ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പഠിപ്പിക്കുന്നുണ്ട്. ഡ്രില്ല് പോലെ വെച്ചിട്ട് ഇത് ചെയ്യണം. പുറത്തൊക്കെ ഇതുണ്ട്, പുറത്തുള്ള ഇവരുടെ ഇതിനകത്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MLA ഇവിടെ ഉമാ തോമസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി വീണ സമയത്ത് പുള്ളിക്കാരന് വീണ് കിടക്കുന്ന ഒരാൾ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം എന്നടക്കം പെട്ടെന്ന് ഇതിനൊന്നും ഇതായി പോകും. പക്ഷേ അത്തരത്തിൽ ഇപ്പം ചുറ്റും കൂടി നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ CPR എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെടും, ഈ അറസ്റ്റൊക്കെ ആണെങ്കിൽ. അങ്ങനത്തെ ഒരു ബേസിക് വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ വരണം. എന്തായാലും വരട്ടെ. നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ക്ലബ്ബ് ലെവൽ അങ്ങനെയൊക്കെ കുറേ ചാൻസ് ഉണ്ട് നമ്മളെ പോലുള്ളവർക്ക്. അതുപോലെ നമ്മുടെ രവീണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചെറിയ കുട്ടിക്കാലമായിരുന്നു രവീണയുടെ. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളായിരുന്നു. അതെ ഇല്ലേ? ശബ്ദത്തിന് ഭയങ്കര അങ്ങനെയൊന്നുമല്ല, ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരാളായിരുന്നു അദ്ദേഹമാണ്. പിന്നെ ശബ്ദം കൊണ്ട് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തിയത്. ആ പേടിയൊക്കെ മാറിയപ്പോ ഈ ദീപാവലി പട്ടാസ് അതാണോ ഉദ്ദേശിക്കുന്നത്? ഏതൊരു ഇന്റർവ്യൂലായിട്ട് അമ്മ പറഞ്ഞതാന്ന് തോന്നുന്നു, ഏതോ ഇന്റർവ്യൂല് അങ്ങനെ ഉണ്ട് ആക്ച്വലി. അതിനേക്കാൾ വലിയൊരു സ്റ്റോറിയുണ്ട്. അതിനേക്കാൾ എത്ര പടക്കം പൊട്ടിക്കുന്ന പടക്കങ്ങളെന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. പടക്കം പൊട്ടിക്കാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഓണത്തിനും വിഷുവിനൊക്കെ പൊട്ടിക്കും. ആഘോഷം എന്തെന്നില്ല, പടക്കം എന്നും പേടിയുണ്ടോന്ന്. ഞാൻ മാലപ്പടക്കം പൊട്ടിക്കുക, പിന്നെ പടക്കം പൊട്ടിക്കാൻ എന്താ പണി?
ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് ഡാൻസറാന്നറിയുന്ന മാതിരി. എങ്ങനെയാണോ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഫ്ലാഷ് ബാക്ക് എന്താ? അല്ല പിന്നെ വേറൊരു ഗ്രം ഫ്ലാഷ് അല്ല, ബാക്ക്. ഈ എന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നതും രണ്ട് ഭാഗത്തുള്ളവരും റൊമാൻറ്റിക് തന്നെയാണ്. അവര് തമ്മിൽ റൊമാൻസ് ഉണ്ട്, ഇവര് തമ്മിൽ റൊമാൻസ് ഉണ്ട്. എനിക്ക് മാത്രമില്ല. ഇത് അവിടെയുണ്ട് റൊമാൻസ് ഉണ്ട്. എല്ലാവരും അപ്പൊ റൊമാൻസിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ. അതെ, എപ്പോഴും തോന്നിയിട്ടുണ്ടാവും എനിക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു പടം ചെയ്യണം. റൊമാൻറ്റിക് ആയിട്ട് ഇഷ്ടം പോലെ പടം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാനില്ല. റൊമാൻറ്റിക് അങ്ങനെ എല്ലാതരം റോളുകളും ചെയ്യാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാവും. അല്ലാതെ അത് റൊമാൻറ്റിക് ആയിട്ട് മാത്രം പറയേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ വേഷങ്ങൾ ഇപ്പം നേരത്തെ മറ്റേ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചു. അപ്പം ഇതുപോലെയുള്ള അതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണേ കിട്ടിക്കഴിഞ്ഞാൽ. അതെ, ചെയ്യുന്നതല്ല, ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. അതന്നെ, അത്രേ ഉള്ളൂ. നേരത്തെ ഇവരൊക്കെ ചെയ്ത് കണ്ടു പഠിച്ചില്ല നമ്മള്. അല്ല ശരി, നമ്മൾ ഇപ്പോൾ അവക്കടെ ഏറ്റവും വലിയൊരു നേരത്തെ പറഞ്ഞൊരു ക്വാളിറ്റികളൊന്ന് ഒരുപാട് വലിയ വലിയ നടന്മാരുടെ കൂടെ എല്ലാം അഭിനയിച്ചിട്ട് അവരുടെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് ഈ ജനറേഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ചത്. ഏറ്റവും കൂടുതൽ ഇവരിൽ നിന്ന് പഠിച്ചത് എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയും പഠിക്കാനുണ്ട്, ഇവിടെയും പഠിക്കാനുണ്ട്. കാരണം അല്ല, അത് ഇപ്പോഴത്തെ സിനിമ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അവർ ചെയ്യുന്നതിൽ അതിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. അവരെ കൂടെ നിൽക്കുമ്പോൾ അവർക്കനുസരിച്ചിട്ടുള്ള രൂപത്തിൽ നമ്മൾ പെരുമാറാനും, അതുപോലെ പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെ ആവരുത് അത് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ വെച്ചാൽ രവീനയുടെ ചെറുപ്പത്തിലൊരു വേറൊരു സംഭവമാണ്. അതെ, അതായത് ഏറ്റവും ഒരു 4.5 വയസ്സോളം വരെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച ഏറ്റവും കൂടുതൽ പ്രായം വരെ ഇദ്ദേഹം ആയിരിക്കും. അല്ലേ? 6 വയസ്സ് വരെ കുടിച്ച് എന്നോടാണോ ഇത് പറയണേ? എത്ര വയസ്സ്? 6 വയസ്സോ? 6 വയസ്സോ? തെറ്റാ? ഞാൻ 2 വയസ്സ് വരെ അല്ലേ മാക്സിമം വരുള്ളൂ? ഞാൻ 4.5 വയസ്സ് ശരി. ഇതില്ല, അവസാനം മറ്റേ സിറിഞ്ചിൽ വെച്ചായിരുന്നു പിന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങിയത്. എത്ര വയസ്സ്? 5 വയസ്സ്. പിന്നെ ഓടി കളിച്ചൊക്കെ വന്നിട്ട് സ്റ്റാൻഡിൽ നിന്നിട്ട് അന്നേജും പോയി മനസ്സ് കണ്ടതാ. അതാണോ നിന്റെ കഥ? വേറെ രസമായിരുന്നു. എന്താ അപ്പൊ പടക്കം പൊട്ടിയപ്പോ പേടിച്ചു പോയോ? ശബ്ദമല്ല, അത് വേറെ കഥയായിരുന്നു. ഇത് ഞാൻ വേറെ സ്റ്റോറിയാ പറഞ്ഞേ. ഓരോ ചെറുപ്പത്തിലെ കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് വന്നതാ. അംഗീകരിക്കൂ. ആവശ്യമില്ലാത്ത ഒബ്സർവേഷൻ. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരാളെ വിളിച്ചതാ. അപ്പൊ എനിക്ക് പറഞ്ഞ കുറച്ച് കഥയാ. അമ്മയാണോ? ശ്രീജിത്തിനെ വിളിച്ചാ? പിന്നെ നല്ല കഥ. വേറെ ഒന്നും കിട്ടിയില്ല. ബാക്കി സമയം ഉണ്ടായിരുന്നില്ല, അപ്പോഴത്തേക്കും ടൈമായി. അതിൽ കുറച്ചുകൂടി വന്നേനെ. എന്തായാലും അപ്പൊ അച്ഛനൊന്ന് വിളിക്കണം കേട്ടോ, ഇത് കഴിഞ്ഞ കഥകൾ പറയാൻ തരുന്നത്. അല്ല, അച്ഛനെ നീ ഇങ്ങനെ എല്ലാരും വീട്ടിൽ വിളിച്ച് കഥ കേൾക്കുന്നുണ്ട്. എനിക്ക് നമ്പർ ഇട്ടിട്ടാവില്ല. നീ ഞാൻ വിളിച്ചേനെ, എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചേനെ. അല്ല ഇപ്പൊ പിന്നെ നീ മേലാ വിളിക്കൂല. അല്ല, ഇപ്പൊ ശ്രീനിവാസ് സാറിനെ വിളിക്കുകയാണെങ്കിൽ തന്നെ മോന്റെ ഒരു ക്വാളിറ്റി, ഒരു എന്താണ് ഒരു കഥകൾ പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചോദിക്കാം? നിനക്കെന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ ചോദിക്കും ക്വാളിറ്റി എന്നുള്ളതിൽ ഉദ്ദേശിച്ചത് എന്താണ്? വ്യക്തമായിട്ട് ചോദിച്ചറിയോ അല്ലേ? അവിടേക്ക് പോയി ചോദിച്ചു കൊണ്ട പോലെ. അബൂക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും? ശ്രീനേട്ടൻ്റെ അടുത്തോ? അയ്യോ, ശ്രീനേട്ടൻ്റെ അടുത്തൊക്കെ അതിപ്പോൾ പറയാനില്ല. പണ്ട് കാലം മുതൽ, ചെറുപ്പകാലം മുതൽ, നമ്മുടെ ആ കാലഘട്ടം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിങ്ങിന് കണ്ടപ്പോൾ അന്നും കുറേ എന്തൊക്കെയോ വിറ്റടിച്ചിരിക്കുന്നു. പുള്ളി അങ്ങനെ തമാശ രൂപേണ എല്ലാ കാര്യങ്ങളും പറയും, എല്ലാവരും ചിരിപ്പിക്കും, പുള്ളിയും ചിരിക്കും ചെയ്യും. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതാ. അതെ, മമ്മൂക്കരൊക്കെ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സാധനം വരും. അത് ആ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അന്ന് പിന്നെ ഇതേമാതിരി ഒരു പ്രസംഗത്തിന് ഇവിടെ വലിയൊരു സദസ്സാണ്, ഒരുപാട് ഓഡിയൻസുള്ള വലിയൊരു സ്റ്റേജിൽ പുള്ളി വന്ന് മമ്മൂക്കൊക്കെ ആദ്യം പ്രസംഗിച്ചു. അപ്പം അതുവരെ ആരും അടിക്കാത്തൊരു
സംഭവമാണത്. അപ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ശ്രീനേട്ടൻ കയറിയെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഞാനത് പിന്നെ ഇതിന് മുമ്പുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാവരും വന്ന് അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിനിയൊന്നും പറയാനില്ല. അതുകൊണ്ട് അവർ പറഞ്ഞൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വിചാരിച്ചാൽ മതി കൊണ്ട് പുള്ളി വന്ന് തിരിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഭയങ്കര പ്രാപ്തിയാണ് പുള്ളി. കൈന്നിട്ട് പറയാനൊക്കെ. ഓക്കെ. ഈ ഞാനടാ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, ഏത് സിറ്റുവേഷനിലും എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധനം ഉണ്ട് കയ്യിൽ. അത് ഈ അച്ഛൻ്റെ കിട്ടിയതാണോ? ഇതിങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു കിട്ടുക അങ്ങനെയാണ്. മൂത്ത മോനുണ്ടല്ലോ, പുള്ളി കിട്ടിയിട്ടില്ലല്ലോ. അല്ല കിട്ടിയത് ഇവിടെ ആയിരിക്കും. വിനീതൻ അങ്ങനത്തെ ഒരു ഇതിന് ഫേസ് ചെയ്യാൻ നിൽക്കാറില്ല അധികം. പുള്ളി വളരെ പുള്ളി ഡിപ്ലോമാറ്റിക് ഗൗരവത്തോടുകൂടിയുള്ള സംസാരം. അല്ല ചോദ്യം നമ്മളെ കൂടുതൽ കാലം മുലപ്പാൽ കുടിച്ചോണ്ട് അല്ല വിനീതൻ അങ്ങനത്തെ ഒരു ഇതിന് നിൽക്കില്ല. അതിനു മുമ്പ് ഓക്കെ നമുക്ക് ചോദിക്കാൻ തോന്നൂല അധികം. ഓക്കെ പക്ഷെ ധ്യാനേട്ടനോടാണെങ്കിൽ ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ല അതങ്ങനെയല്ല. ഇപ്പം നമ്മൾ കുറേ ഇപ്പം നമ്മൾ ഇതിൽ ഈ ഏരിയയിൽ നമ്മൾ കംഫർട്ടബിളാണ്. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ നിന്ന് പ്രൊമോഷനിൽ നിന്ന്. പക്ഷെ നമ്മൾ ആക്ച്വലി വലിയൊരു സ്റ്റേജിലോ കുറേ ആൾക്കാരൊക്കെ വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വലിയ ക്രൗഡിനെ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെല്ലാം കാര്യഗൗരവത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് എന്നിട്ട് നമ്മളെ അടുത്ത് ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് നമ്മൾ ഒരുമിച്ചൊരു പടത്തിലുള്ള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്നിട്ട് ഇതുണ്ട് മോനെ എന്തെല്ലാം പറ, നീ രണ്ട് തഗ് പറ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ അറിയില്ലല്ലോ. അപ്പം അവർ ഇപ്പം നാണെന്താ നമുക്ക് അപ്പം നമുക്കൊരു സ്വഭാവമാകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. അവർക്ക് നമ്മൾ ഭയങ്കര സൗഹൃദവും ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ പരിസരം മറന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അടി പാർസൽ ഒരു ചില സ്ഥലത്ത് അല്ല ഇത് ഒരുമിച്ച് ഇവിടെ നിങ്ങൾ തല്ലില്ല എന്നുള്ള ഒറ്റ പിന്നെ അതിന് കൂടെ ഇരിക്കുന്ന ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഈ സിനിമയെ കുറിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരല്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ എനിക്ക് വരുന്ന വഴിക്ക് അടി കിട്ടിയേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ താഴെ രണ്ടാൾക്ക് പുറത്ത് കുറച്ച് വേറെന്തോ പരിപാടി നടക്കുക, ചെണ്ട വെട്ടലുണ്ട്. അപ്പോ അല്ലല്ല എനിക്കറിയാം വേറെന്തോ പരിപാടിയാണ്. ഞാൻ അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവരെന്തോ പരിപാടി നടക്കുന്ന ഇവർ ചെണ്ടോട്ടിക്കൊണ്ട് ഞാൻ ചേട്ടോ ഇന്റർവ്യൂനാ അല്ലടാ ചെണ്ടോട്ടാ നന്നായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നുപോയി. മനസ്സിലായില്ലേ? അടി അവൻ ആ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലടാ ഉണ്ടി എടാ ചെണ്ടോട്ടാൻ വന്നാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അടി വന്നേനെ പുറകെ. അല്ല അവര് പോയിട്ടില്ല, അവര് താഴെ പെണ്ണ് ചിലപ്പോ കിട്ടും. തിരിച്ചു പോകുമ്പോ അപ്പൊക്ക് മുമ്പിൽ നടന്നാ മതി. ബുക്കുള്ളടത്തോളം ഇന്നത്തെ ദിവസം സേഫ്. അടിച്ചതാണ്. എന്താണ് ഒന്നുമില്ല ഓർമ്മ വളട്ടിട്ട് ഇവിടെ സ്ക്രാച്ച് ആയി. വേറെ ഇന്റർവ്യൂ പറഞ്ഞ കഥ നൈസായിട്ടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ ഞാനിത് പറയണ്ട, ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെയും ശോഭയുടെ ഒക്കെ ആ ഒരു ഷോയിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച്. അപ്പൊ അത്രയും ധൈര്യമായിട്ടൊക്കെ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ എല്ലാം അടുത്തത് എന്താന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. എങ്ങനെയായിരിക്കും? അല്ല അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോൾ അങ്ങനെ എന്താ പറയണ്ടത്, നമ്മൾ തെറ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം കുറച്ച് കാലമായല്ലോ ഇതിലിങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ പറയണ്ട എന്നുള്ളതൊക്കെ ഇതുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും ആൾക്കാർ നമ്മൾ ആ സെൻസിൽ ഞാനിതൊന്നും ചിന്തിക്കാറൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ എന്ത് പറഞ്ഞാൽ ഇങ്ങനെയാവും അല്ലാണ്ട് പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് പരിചയവും സൗഹൃദമുള്ള ആൾക്കാർ ശോഭ ആയിക്കോട്ടെ ലക്ഷ്മി അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരു എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ അതേപോലെ ഞാൻ പ്രിൻസിൻ്റെ സമയത്ത് ദിലീപേട്ടനടുത്ത് ഇതേപോലെ ഒരു സാധനം പറഞ്ഞ എൻ്റെ അടുത്ത് കുറേ പേര് നീ ദിലീപേട്ടനാണ്. പക്ഷേ എനിക്ക് അയാൾ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് നമ്മളതൊക്കെ പറയുന്നത്. പുള്ളി തിരിച്ച് അവർ ആ സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ അത്തരം തമാശകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. നമ്മള് സിറ്റുവേഷനും എല്ലാം നോക്കി ആളറിഞ്ഞ് എല്ലാം നോക്കിയിട്ട് ഇപ്പൊ നിന്നെ പരിചയമുണ്ട് അല്ലേ? എനിക്ക് ഇന്ന് എന്തെങ്കിലും വേണം പറയാം. അതെ വേറെ ആളാണെങ്കിൽ അതെ അതെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. പുള്ളി പറയുന്ന കാര്യങ്ങൾ ഉള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിന് ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല, അത് പറയാൻ എളുപ്പമാണ്. അതാണ് ഇതിന്റെ കാര്യം. അത് എങ്ങനെ തോന്നുന്നു പുള്ളി അതാണ്ട് അവതരിപ്പിക്കും.
പുള്ളിക്ക് തോന്നുന്ന ആ വ്യൂവിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് അതിനെ പിന്നെ നമുക്ക് ചിലത് നമുക്ക് ശരിക്കും ഇപ്പോൾ മറ്റേതിനകത്ത് നമുക്ക് അതെന്തോ എനിക്ക് നമുക്കൊരു ഇഷ്ടം തോന്നാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. പക്ഷെ പറയുന്ന രീതി ഉണ്ടല്ലോ, ആ പറയുന്ന രീതി രണ്ട് രീതി. ഇവൻ നമ്മളെ എന്താ അങ്ങനെ തോന്നിപ്പിക്കരുത്. അവരതിനെ പിന്നെ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി. ഇവൻ അപ്പോൾ അതായിക്കോളും. അപ്പോഴേക്കും നമ്മളതിനെ കഴിഞ്ഞ വേണം മുകേഷ് ഏട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരാളെ നമ്മൾ കളിയാക്കുക തമാശ പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് 1-2 വാക്ക് പറഞ്ഞ് പൊക്കി വിട്ടേക്കണം. മനസ്സിലായില്ലേ? ഒന്ന് പുകഴ്ത്ത് ഒരു ബാലൻസിങ് ആണത്. ഈ നമ്മുടെ അബുക്കനൊരു കാര്യം ചോദിക്കട്ടെ, അബുക്ക് എന്തിനോടെങ്കിലും പേടിയുണ്ടോ? എന്തിനോടെങ്കിലും വല്ല ജീവികളോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും? നീ വളരെ പേടിയോടുകൂടിയാണല്ലോ ചോദിച്ചത്. ആന പേടിയാണ്. ആന എന്നെ ഒരു പ്രാവശ്യം അഴിച്ചതാണ്. മറ്റേ കോമ്പൗണ്ട് ചന്ദ്രോത്സവം എന്നുള്ള സിനിമയിൽ ഒരു അല്ല അത് പിന്നെ പഴം കൊടുക്കുന്ന ഒരു ഷോട്ടിൽ പിന്നെ രഞ്ജിത്ത് വില്ലനാണ്. ഇപ്പോൾ അവിടത്തുള്ള ആളാണ്. ഇപ്പോൾ ആന ഇങ്ങനെ പഴം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷോട്ട് എടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലിൽ പിന്നെ ഞാൻ കൊടുക്കുന്ന മാതിരി 2-3 പ്രാവശ്യം കാണിച്ച് ആനക്ക് അല്ല കൊല പിടിച്ചിട്ട്, അപ്പോൾ കൊല ഇത് ഷോട്ടിൽ പോകുമല്ലോ. അപ്പോൾ ആനയുടെ തെറ്റല്ല, അങ്ങനെ കാണിച്ച് ടേക്ക് പറഞ്ഞ് ഞാൻ ആനയുടെ വായിലേക്ക് ഇത് വെച്ചു കൊടുത്ത്. ഇത് കൊമ്പുകൊണ്ട് ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ തട്ടിയിട്ട് ഞാൻ തെറിച്ച് വീണ് കഴിഞ്ഞപ്പം വീണില്ല. ഞാൻ അങ്ങോട്ട് തെറിച്ച് മാറി കഴിഞ്ഞപ്പോൾ ആന താഴത്ത് തുമ്പിക്കൈ കൊണ്ട് നോക്കുക അവിടെ ഉണ്ടോ. അപ്പം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓടി, ഞാൻ തെറിച്ച് ഓടിപ്പോയി. പിന്നെ ഒരു കൂച്ചവലം കേട്ടിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതൊരു കുറച്ച് ഒരു 5-8 മീറ്റർ നീളത്തിലുള്ള അത് കഴിയുന്നവരെ എൻ്റെ പിന്നാലെ ഓടി. പല മുന്നിൽ ആനപ്പാപ്പ മുന്നിലോടി. അയാൾ പോകുന്ന വഴിക്ക് ഒരു ബൂസ്റ്റർ ഉണ്ടായിരുന്നു, അത് വലിച്ചിട്ട് എൻ്റെ കാലിനിവിടെ തട്ടിയിട്ട് ബ്ലഡ് വന്ന് അതിൻ്റെ ചങ്ങല ഇതായപ്പോഴാണ് നിന്ന് കഴിഞ്ഞ്. ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ സിനിമ. അപ്പം ക്യാമറാമാൻ അതിൽ ഇത് ഫിലിം റണ്ണൗട്ടായി പോയി. അത്രയും എല്ലാവരും സ്തംഭിച്ചു പോയി. അപ്പോഴേക്ക് കുറേ 10-20 ആന വേറെ കെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാം ഭയങ്കര ശബ്ദവും ഭീകരാന്തരീക്ഷമായി. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ അതിനൊരു കൊലപ്പഴം കൊണ്ടുവന്ന് അതിൻ്റെ താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഷോട്ട് എടുത്തത്. അതിന് ശേഷം പിന്നെ ആനയുടെ കൂടെ അത് കഴിഞ്ഞ് ആനയുടെ അതുപോലെ ഞാൻ ദേവി എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്തിരുന്നു. ഗ്രാഫിക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള വലിയൊരു അല്ല പാമ്പിനെ ഭയങ്കര പേടി എനിക്ക്. അത് ഇങ്ങനെ 2-3 കാര്യം പേര് ചോദിച്ചോണ്ട് പറഞ്ഞാണ്. പാമ്പിന്റെ സബ്ജക്റ്റ് ആണത്. പക്ഷെ പാമ്പിനെ തൊട്ടിട്ടുള്ള കളിയില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ആന പ്രശ്നം ഉണ്ടായപ്പോഴേ മുന്നിലോടി പാപ്പാനോടി. അപ്പൊ എന്താ പറയുക, ഇതൊരു പ്രശ്നക്കാരൻ ആനയാണല്ലോ. ഈ ചെവിന്റെ മുകളിൽ വടി, നമ്മൾ കാലിന്റെ മുകളിൽ ഇങ്ങനെ വടി വെക്കും ആന നിർത്തിയിട്ട്. ഇത് ചെവിന്റെ മുകളിൽ തരത്തേക്ക് വലിയ വടി വെക്കും. അത് ഭയങ്കര പ്രശ്നമുള്ള ആനക്കാണല്ലോ അത് വെക്കുക. അപ്പോൾ ഈ ആനക്കന്നെ കൊടുക്കാൻ ഡയറക്റ്റ് പറഞ്ഞു അവിടുന്ന്. അവർക്കറിയില്ലല്ലോ. അപ്പം എന്നാ ആനക്കാർ പറയാ, അവൻ പറഞ്ഞില്ല, അവരും പറഞ്ഞില്ല. അപ്പൊ തന്നെ അബുസലീമിന് ആന തട്ടി അബുസലീമിന് പരിക്കെന്ന് പറഞ്ഞ് സ്കോളൊക്കെ വരാൻ തുടങ്ങി ടീമിൽ. അപ്പോൾ പിന്നെ ശ്രീരാമേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അത് അബുവോ ഈ ഒരു കാര്യം അറിയോ, ഈ ആനക്കൊക്കെ ഉണ്ടല്ലോ, ആനൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്ന പാപ്പന്മാരൊക്കെ ഈ അൻ്റെമായി ഈ തടിയുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആനപ്പാപ്പന്മാർ ഈ തടിയുള്ള ഒരാളെ കാണിച്ചു തരുമോ, ഇതതിൻ്റെ കുട്ടിയുടെ വെച്ചിട്ട് കളിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ മാതിരി. അതിന് ശേഷം പിന്നെ ആനനെ പേടിയാ ഇല്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലോക സിനിമ ഇപ്പോൾ അത്യാവശ്യം നല്ല ഭയങ്കര നമുക്ക് അഭിമാനമാണ്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഇതേപോലത്തെ ഓരോ ഹിറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. എന്താണ് അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് പറയാനുള്ള അതേ ആൾക്കാരാണ് നമ്മുടെ പടം വേഫെയറാണ് ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്ന തിയേറ്ററിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും അഭിമാനമാണ്. ഇത് ഹിറ്റാവണം. അതെ, ഉറപ്പായിട്ടും ഇതെല്ലാം 1 ഹിറ്റ് ആവട്ടെ. എന്തായാലും നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറുന്ന ഒരുപാട് മൂവികളിൽ ഒന്നാവട്ടെ. ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വേറെ വാക്കായി അല്ല, ഹിറ്റായ മൂവികളുടെ ലിസ്റ്റിലേക്ക്
ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും ടൈമായി, വിശക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് നന്ദി. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒരുപാട് ഉയരങ്ങളിലേക്ക് വീണ്ടും എല്ലാവരും എത്തട്ടെ. താങ്ക് യു.